കർത്താവ് സ്വർഗത്തിൽ. കാരണം വചനം അതാണ്. എന്റെ മാതാവ് ആ കർത്താവിനെ വിശ്വസിക്കുവാനായിട്ട്, ആ കർത്താവിനെ അംഗീകരിക്കുവാനായിട്ട്, ദൈവകൽപ്പനയായ സ്നാനം സ്വീകരിക്കുവാനൊക്കെ ദൈവം ഇടയാക്കി. ആ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇന്ന് ആ കർത്താവിനെ ആ നിലയില് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവിന്റെ കൽപ്പനയാണ് ഈ ദേശത്ത് അറിയിക്കുന്നത്. കർത്താവിന്റെ കൽപ്പന എന്താണ്? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാനാ പറഞ്ഞേ. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യനും നരകത്തിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓരോ സ്ഥലത്തും കടന്നു എന്ന് ഈ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രിയ അച്ചായനും തന്റെ ജീവിത യാത്രയിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. കർത്താവിന്റെ വചനത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് പറയുകയും അത് അങ്ങനെ തന്നെ കാണിച്ചു തരികയും ചെയ്ത ഒരേ ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്ക് നരകമില്ല, അവൻ സ്വർഗത്തിലായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ പ്രിയ അച്ചായന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഈ അച്ചായന് വേണ്ടി അല്ല ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതോ കാര്യങ്ങൾ, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജീവിച്ചിരുന്ന് അഥവാ മൂക്കിൽ ശ്വാസം ഉള്ളപ്പോൾ തന്നെ ഈ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് ചേരുക എന്നല്ല. ഞങ്ങളെല്ലാം മതം വിട്ടവരാണ്. പക്ഷെ ഞങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം ദൈവത്തിന് മതമില്ലല്ലോ. നമ്മൾ സാമാന്യ ബുദ്ധിയുള്ളവരാണ്, ചിന്തിക്കേണ്ടവരാണ്. കോടിക്കണക്കിന് പക്ഷിമൃഗാദികൾ ലോകത്തിലുണ്ട്, അതിന് മതമില്ല. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയും അതുപോലെ തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്, അതിന് മതമില്ല. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അത് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് മതമില്ല. എന്നാൽ പിന്നെ പ്രിയ പാവപ്പെട്ട മനുഷ്യർക്ക് മാത്രമാണ് മതവും മതത്തിന്റെ പൊല്ലാപ്പും. അതുകൊണ്ട് നമ്മളറിയും, ദൈവത്തിന് മതമില്ല. ദൈവത്തിന് ഒരു മാർഗം ഒരുക്കിയിട്ടുണ്ട്. എന്തിലുള്ള മാർഗം? മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷയിലേക്ക് മനുഷ്യൻ പോകരുത്. നരകം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സംവിധാനമാണ്. എന്നാൽ ഭൂമിയിലുള്ള മനുഷ്യന് 70, 80, 100 വയസ്സ് വരെ ഈ ഭൂമിയിൽ എന്തായിരിക്കാം. അതിനുശേഷം അവന്റെ ആത്മാവ് ഒരു കാരണവശാലും നശിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യൻ നാശത്തിന്റെ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകരുതെന്നുള്ള ആ ആഗ്രഹത്തോടു കൂടിയാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുരിശില് രക്തം ചിന്തി മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് യേശുക്രിസ്തു യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ആ ജീവിക്കും എന്നുള്ളത് ഭാവി പ്രയോഗമാണ്, ഭാവികാല പ്രയോഗമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള പാപമോചനം ലഭിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് ദയവായി പോകരുതെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതല്ല. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ഉം 16-ഉം വാക്യമാണ് ഈ പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞത് അതാണ്. അതുകൊണ്ട് പ്രിയ അച്ചായനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും ആ നിലയിൽ വേർപാടെന്നുള്ള ദുഃഖം ഈ ഭവനത്തിലും സഭയിലും ഈ ദേശവാസികൾക്കൊക്കെ ഉണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അച്ചായന്റെ ഈ നിര്യാണത്തോട് ഞങ്ങൾ കടന്നു വരുവാൻ ഇന്നലെ രാത്രിയിൽ തന്നെ ഞങ്ങൾ ആ കാര്യങ്ങൾ തീരുമാനിച്ചു. ആ പ്രിയ ദൈവദാസനെ സംബന്ധിച്ച് തനിക്കും ഒരു ഭാഗ്യ പദവി. കാരണം വിശുദ്ധന്മാർ, അതായത് കർത്താവിന്റെ ദാസന്മാരെ, ഭക്തിയുള്ള പുരുഷന്മാർ അവരെ അടക്കം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും ഈ പ്രിയ അച്ചായനോടുള്ള ആ ബന്ധത്തിൽ കടന്നു വരുവാനും ഞങ്ങൾക്കും ഈ സന്നിധിയിൽ പാടുവാനും ദൈവവചനം പങ്കുവയ്ക്കുവാനും ഇതൊക്കെ ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഒരു കാലത്ത് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ ഈ ദൈവവചനമായ ബൈബിൾ ഇത് മനസ്സിലാക്കി ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മരണം വഴിയായി മാറ്റപ്പെടുന്നതിന് മുമ്പ് ഈ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ, യേശുവെ ഞാനൊരു പാപിയാണെന്ന് അംഗീകരിക്കുക. ഇതാണ് നമുക്കറിയാമല്ലോ,
ആരാണ് പാപി എന്ന് നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ലോകത്തിലുള്ള വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നത് സകല മനുഷ്യരും പാപികളാണ്, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു. നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും, ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപികളാണ്. എന്നാൽ ആ പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു, എന്റെ പ്രിയ സഹോദരനെ ഓർപ്പിച്ചതുപോലെ, ഈ ഭൂമിയിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നത് നമ്മളെല്ലാവരും മാതാപിതാക്കളിൽ നിന്ന് ജന്മമെടുത്തവരാണ്. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 34-35 വാക്യത്തില് അവിടെ വായിക്കുന്നുണ്ട്, കന്യകയായ മറിയത്തോട് ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കന്യകയായ മറിയം ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? അതായത് ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ആ ബുദ്ധിമതിയായ ആ കന്യക മറിയം ചോദിക്കാനിടയായി. അതിന് ദൂതൻ പറഞ്ഞ മറുപടിയാണ്, പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമാക്കുന്നത്. ഈ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ദൂതൻ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ ദൈവപുത്രനാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യന്റെ പാപപരിഹാരാർത്ഥം കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അങ്ങനെ രേഖയുണ്ട്. കർത്താവ് വചനം തിമോത്തി, ഞങ്ങൾ പറയുന്ന കാര്യത്തിനെല്ലാം തെളിവ് സഹിതമാണ് പറയുന്നത്. 1 തിമോത്തിയോസ് 1:15 പറയുന്നുണ്ട്, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം. എന്താണ്? ലോകത്തിലുള്ള സകല മനുഷ്യരും വിശ്വസിക്കുവാൻ യോഗ്യമായ വചനമെന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. എന്താണ് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ഈ ലോകത്തിൽ അനേകം മഹാന്മാരും മഹതികളും ഗുരുക്കന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും പ്രവാചകന്മാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ ജനിച്ച് ജീവിച്ച് അവർ ഈ പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങൾ അവർ പഠിച്ചു, നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇന്നൊക്കെ ഇന്ന് ആ വ്യക്തികളൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അവരെല്ലാവരും മരിച്ചുപോയി എന്ന് പറയും. നമ്മുടെ കലണ്ടർ കാണുമ്പോൾ പറയും ഇന്ന വ്യക്തി ഇന്ന ദിവസം ജനിച്ചു, ആ വ്യക്തി ഇന്ന ദിവസം മരിച്ചു എന്ന് പറയും. ഈ ലോകത്തിലുള്ള ഏത് കലണ്ടറുകൾ പരിശോധിച്ചാലും ഏത് വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു 2 തീയതി കാണാം, ഒന്നൊരു ജനന ദിവസം, മറ്റൊന്ന് മരണ ദിവസം. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് 3-ാമൊരു തീയതി ഉള്ളത്. യേശുക്രിസ്തു പരിശുദ്ധനായി ജനിച്ചു എന്നുള്ളൊരു തീയതി കാണാം, യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളൊരു തീയതി കാണാം. എന്നാൽ 3-ാമത് യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുള്ള ഒരു തീയതി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യമാണ്, എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കോണം. ഈ കർത്താവായ യേശുക്രിസ്തുവിനോട് നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പാപത്തിന് മോചനം വരുന്നില്ല എങ്കിൽ, അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, സുവിശേഷം അനുസരിക്കാത്തവർ, സുവിശേഷം കേൾക്കാത്തവരെന്നല്ല, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ട് അകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഈ പ്രിയ പിതാവിന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ ഇന്നിവിടെ കടന്നു വന്ന ആരെങ്കിലും ഈ കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാതെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതൊരു അവസരമായി തീരട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.